സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തമിഴ്നാട്ടിൽ നിന്നൊരു ഉപരാഷ്ട്രപതിയെ സൃഷ്ടിച്ചുവെന്നതാണ് CP രാധാകൃഷ്ണനിലൂടെ BJP ചെയ്തത്. NDA സഖ്യകക്ഷികളുടെ പിന്തുണയിൽ ദക്ഷിണേന്ത്യയിലെ പ്രധാന RSS നേതാവിനെ രാജ്യസഭാ അധ്യക്ഷനാക്കാൻ NDAക്ക് കഴിഞ്ഞിരിക്കുന്നു. പല സംസ്ഥാനങ്ങളിൽ ഗവർണറായിരുന്ന CP സംഘപ്രസ്ഥാനത്തിലെ സൗമ്യമുഖം എന്നാണ് അറിയപ്പെടുന്നത്. CP രാധാകൃഷ്ണനെ കുറിച്ച് പണ്ടൊരു DMK നേതാവിന്റെ വിലയിരുത്തൽ ഇങ്ങനെയായിരുന്നു: മോശം പാർട്ടിയിലെ നല്ല മനുഷ്യൻ. അടൽ ബിഹാരി വാജ്പേയിയുമായി നല്ല ബന്ധമുണ്ടായിരുന്ന രാധാകൃഷ്ണനെ വാജ്പേയിയുടെ സൗമ്യ സമീപനത്തോട് താരതമ്യപ്പെടുത്തിയവരുമുണ്ട്. തമിഴ്നാട്ടിലെ പ്രബല സമുദായമായ വെള്ളാളർ വിഭാഗത്തിൽ നിന്നാണ് CP രാധാകൃഷ്ണൻ വരുന്നത്. CK പൊന്നുസ്വാമിയുടെയും K ജാനകിയുടെയും മകനായി 1957 ഒക്ടോബർ 20 തിരുപ്പൂരിലാണ് ജനനം. ചെറുപ്പത്തിൽ ടേബിൾ ടെന്നീസ് കോളേജ് ചാമ്പ്യനായിരുന്നു CP. കൗമാരപ്രായത്തിൽ തന്നെ ജനസംഘവുമായും RSSുമായും അടുത്ത ബന്ധം. അവിടെ നിന്ന് 1974 ജനസംഘത്തിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി. പിന്നീട് 90കളോടെ തമിഴ്നാട് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയും. ആയിരത്തി 1998 കോയമ്പത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തുന്നത്. BJP തമിഴ്നാട്ടിൽ വിജയിച്ച അപൂർവം സീറ്റുകളിൽ ഒന്നായിരുന്നു അത്. 1999 വീണ്ടും ലോക്സഭയിലേക്ക്. സഭാംഗമായിരിക്കെ വിവിധ പാർലമെന്റ് സമിതികളിൽ പ്രവർത്തിച്ചു. 2004 പാർലമെന്ററി പ്രതിനിധി സംഘത്തിനു വേണ്ടി UN പൊതുസഭയിലും സംസാരിച്ചു. തമിഴ്നാട് BJP സംസ്ഥാന അധ്യക്ഷനായിരിക്കെ 93 ദിവസം നീണ്ട 19,000 കിലോമീറ്റർ രഥയാത്ര നടത്തിയ നേതാവ്. (2020 മുതൽ 2022 വരെ കേരളത്തിൽ BJP സംഘടനാ ചുമതലയുള്ള പ്രഭാരി, BJPയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം, 2023 ഫെബ്രുവരിയിൽ ജാർഖണ്ഡ് ഗവർണർ, 2024 ജൂലൈ 31 മഹാരാഷ്ട്ര ഗവർണർ, 2024 മാർച്ചിൽ തെലങ്കാന ഗവർണറായും പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായും അധിക ചുമതല. അതായത് മോദി സർക്കാർ പരമാവധി പദവികളിലേക്ക് ഈ ദക്ഷിണേന്ത്യൻ RSS നേതാവിനെ എത്തിച്ചുവെന്നർത്ഥം. S രാധാകൃഷ്ണനും R വെങ്കട്ടരാമനും ശേഷം ഉപരാഷ്ട്രപതിയാകുന്ന മൂന്നാമത്തെ തമിഴ്നാടുകാരനാവുകയാണ് CP. DMK BJP ബന്ധം അവസാനിച്ച ശേഷം AIADMK സഖ്യമുണ്ടാക്കാൻ യത്നിച്ച നേതാവാണ് രാധാകൃഷ്ണൻ. 2025 ഓഗസ്റ്റിൽ ജഗ്ദീപ് ധൻഖഡിന്റെ അപ്രതീക്ഷിത രാജിയെ തുടർന്ന് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി BJP അധ്യക്ഷൻ JP നദ്ദ CP രാധാകൃഷ്ണന്റെ പേര് പ്രഖ്യാപിച്ചത് വെറുതെയല്ല. സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് CPയുടെ സ്ഥാനാരോഹണം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.